സംസ്ഥാനത്ത് മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാമുകളിലെ ജലനിരപ്പും കാര്യമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ഓറഞ്ച് അലേർട്ട്, അതുപോലെ യെല്ലോ അലേർട്ട് എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട ഡാമുകളിലെ കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പരിശോധിക്കാം. ആദ്യം നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലെ മൂഴിയാർ ഡാമിലേക്കാണ്. അവിടെ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 191.50 മീറ്ററാണ്. കാര്യമായിട്ട് തന്നെ ഈ മഴ കനത്തതോടുകൂടി ജലനിരപ്പ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഡാമുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി ഡാമാണ്. അവിടെ 456.4 മീറ്ററാണ്. കാര്യമായിട്ട് തന്നെ അവിടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇനി അടുത്ത ഡാം നോക്കുകയാണെങ്കിൽ ഇരട്ടയാറാണ്. അവിടെ 749.50 മീറ്ററാണ്. ഈ പറഞ്ഞ ഡാമുകളിലൊക്കെ റെഡ് അലർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ഡാം നോക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ തന്നെ ലോവർ പെരിയാർ ഡാം, അവിടെ നോക്കൂ 253 മീറ്ററാണ് അവിടെ നിലവിലെ ജലനിരപ്പ്. അതുകൊണ്ട് തന്നെ അവിടെയും റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റു ചില ഡാമുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത് ഡാം, അവിടെ 422.65 മീറ്ററാണ് നിലവിൽ ജലനിരപ്പ്. അവിടെ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം, അവിടെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 82.51 മീറ്ററാണ് ആ ഡാമിലെ നിലവിലെ ജലനിരപ്പ്. അതുകൊണ്ട് അവിടെ നിലവിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി കൊല്ലം ജില്ലയിലെ കല്ലട ഡാമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 106.68 മീറ്ററാണ് ജലനിരപ്പ്. ആ ഡാമിൽ നിലവിൽ യെല്ലോ അലർട്ടാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നിലവിലെ ഡാമിന്റെ ജലനിരപ്പ് അനുസരിച്ചുള്ള മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മഴ കനത്തതോടുകൂടി ഈ ഡാമുകളിൽ ഇങ്ങനെ ക്രമാതീതമായി ഇങ്ങനെ ജലനിരപ്പ് ഉയരുകയാണ്. അതുകൊണ്ട് ജാഗ്രത അതുപോലെ തന്നെ തുടരണം എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.